വെൽക്കം ബാക്ക് ടു തങ്ങൾ സോബി. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറുതാൻ എന്ന് പറഞ്ഞാൽ വളരെ ഔഷധ ഗുണമുള്ള താനാണ്. അതുപോലെ തന്നെ നല്ല വിലയാണ്. ഏകദേശം 1200 അങ്ങനെ എന്തോന്ന് കിലോ വില തോന്നുന്നുണ്ട്. ഇത് ചെറുതാന് ഉറുമ്പുതാൻ എന്നൊക്കെ പറയും. ഇത് നമ്മുടെ തറൻ്റെ ഉള്ളിൽ പണ്ട് കാലത്ത് തറൻ്റെ ഉള്ളിലൊക്കെ ചിരട്ട വെച്ചൊക്കെ കുറേ ആൾക്കാർ പിടിക്കാറുണ്ട് ഇതിനെ തറൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, നമ്മളെങ്ങനെ ഇത് എടുക്കുന്ന രീതിയൊക്കെ കാണാം. ഓക്കെ, 5 വർഷത്തിലേറായിട്ടോ ഒരു പെട്ടിലായിട്ട്. ഓക്കെ, അതിൻ്റെ ഇടയിൽ 2-3 വട്ടം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നോക്കാം, ഇത് തുറന്ന് നോക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈച്ചനെ ഉള്ളിലോട്ട് കൊണ്ടുപോകാം. നമുക്ക് തുറന്ന് നോക്കാം. ബാക്കിയുള്ളവർ എന്തായാലും കണ്ടിട്ട് മൂക്കൊക്കെ വരുന്നുണ്ടോ, എത്ര തട്ടിയാലും ഇവർ പുറത്തിയിടില്ല. ഏകദേശം ഒരു പാക്ക് ചെയ്ത് ഞാൻ ഈ കൂട്ടിൽ വരെ സെറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 5 ഇയറിന് മുകളിലുണ്ടോ സെറ്റപ്പ് കാണിച്ചത്. ഞാൻ ഗ്ലാസ് പേപ്പർ ഇട്ട് എന്താ വെച്ചാൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ അങ്ങോട്ട് കൂടെ കാണാത്ത കുറച്ചില്ലായിരുന്നു. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് കാണാമായിരുന്നു അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കണം എന്നൊക്കെ. ഈ ഗ്ലാസ് പേപ്പറിലുള്ള മെച്ചതാണ്. നമുക്ക് ഇതിനുള്ളിൽ കൂടെ എന്തൊക്കെ നടക്കണം എന്നൊക്കെ നമ്മൾ പുറത്തുനിന്നാൽ ഈ കൂടെ നോക്കിയാൽ കാണാം. മുകളത്തെ അടപ്പ് മാത്രം എടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് വെച്ചായിരുന്നത് ഒക്കെ എന്താണ്, അവരുടെ എഗ്ഗാണ്. ഇതുപോലെ ഇത് പൂമ്പൊടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ പൂമ്പൊടി സെറ്റ് ചെയ്ത് വെച്ചാണ്. അതുപോലെ ഇതാക്കണേ ഈ സൈഡിൽ, ഇത് തേനാണ്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ തേൻ. നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ അറിയില്ലതാ, ആ കണ്ണാക്കണേ, ആ കണ്ണോ തേനാണ്. അപ്പോൾ ഞാനത് എടുക്കുന്നത് കാണിച്ചു തരാം. നമ്മൾ എന്ത് ചെയ്യുക, തേൻ ഇതിൻ്റെ അടിയിലായതുകൊണ്ട് എന്ത് ചെയ്യണം, ആദ്യം ഇത് ഈ ഇതുപോലെ എഗ്ഗ് കയറി അതെന്ത് ചെയ്യുക, സൈഡിൽ കട്ട് ചെയ്യുക. കത്തിൻ്റെ കാര്യം ഏകദേശം അധോഗതിയാവും. കത്തി ഇത് കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യണം, ഈ കത്തി എടുത്തതിന് ഉമ്മനോടുള്ള ചീത്ത വെക്കണം. ഈ കത്തിമേൽ എന്തായാലും ഇവരെ മെയ്ഗ് എന്ന് പറയും, ഒരു മെയ്ഗാവും. അപ്പോൾ കുറച്ച് പണി ഉണ്ടാവും അത് റിലീസ് ചെയ്യാൻ. അയാൾ ചീത്ത എന്തായാലും ഉമ്മനോട് കേൾക്കണം. പിന്നെ എല്ലാ പ്രാവശ്യം കേട്ട് എന്താണ്, അതിപ്പോൾ ഒരു ഇതില്ലാത്ത കൊലത്തിലാണ്. ഇത് നല്ല റിലീസ് ചെയ്യുക. ഏറ്റവും വില കൂടിയ തേനും അതുപോലെ ഏറ്റവും ഔഷധ ഗുണമുള്ള തേനും ആരുതാണ്, ഈ ഉറുമ്പ് തേനീച്ചതാണ് കേട്ടോ. ഇത് വേറെ എഗ്ഗാണിതാ. ഈ എഗ്ഗ് ഇങ്ങനെ എടുക്കുക, വളരെ ശ്രദ്ധിച്ചാണ്. ഇത് നെങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് തീരുമാനമാവും. അപ്പോൾ ഇത് മെല്ലെ എന്ത് ചെയ്യണ്ടേ, നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റണ്ടേ. നല്ല വെക്കാൻ പാടില്ല, എന്താ വെച്ചാൽ അത്രയും സോഫ്റ്റ് സാധനമാണ്. ഈ കാണുന്നത് ഇതാ, ഈ കാണുന്നതൊക്കെ എന്താണ്, പൂമ്പൊടിയാണ്. ഇത് എഗ്ഗാണ്. ഈ കാണുന്നതൊക്കെ പൂമ്പൊടിയാണ്. അത് പൂന്ന് ഡയറക്റ്റ് എടുത്തുകൊണ്ടിരുന്ന സാധനം ഇതാണ്. പിന്നെ തേനുള്ള ഇതാക്കണേ, ഈ മൂലയിലുള്ള ഈ ഉണ്ട പൊടിക്കണാക്കണേ, ഈ ബ്ലാക്ക്, ഈ കാണുന്നത് തേനാണ്. ഇത് തേനാണ്. കുറച്ച് ഹൈറ്റിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ മീനിൻ്റെ ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ച്. ഓക്കെ, അപ്പോൾ ഈ തേനാണ് നമുക്ക് എടുക്കാൻ പോണേ. പിന്നെ അവർക്ക് ഇവിടെ കുറച്ച് തേനുണ്ട്, അത് പിന്നെ അവർക്ക് കണ്ടിട്ട് വിട്ടുകൊടുക്കാം. ഈ തേന നമ്മൾ എടുക്കാൻ പോകണം കേട്ടോ. തേൻ ഉണ്ടാക്കിയതിൻ്റെ ഷെല്ലിന് ഓരോ ലെഗ് ഉണ്ടാവും. അത് ജസ്റ്റ് തേൻ്റെ ജിമ്മലാവാതെ എന്ത് ചെയ്യുക, ലെഗ് കട്ട് ചെയ്യുക. ലെഗ് നല്ല കട്ട് ചെയ്ത് കൊടുക്കുക. ലെഗ് കട്ട് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുക, തേൻ്റെ എടുക്കുക. ഇത് പെട്ടെന്ന് പരിപാടി ചെയ്യണം. എന്താ വെച്ചാൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഷെല്ലും ചെറുതായിട്ട് ഇതാവും. അപ്പോൾ തന്നെ അത് എടുത്തില്ലെങ്കിൽ തേൻ മൊത്തം പോകും. നമുക്ക് തേൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. അതാണ്ടോ തേൻ ഇട്ടുണ്ട്, കൈ കിട്ടിയ തേൻ്റെ ആൾക്ക് അതുണ്ടാക്കിയാണ്. എങ്ങനെയുണ്ട് രസമുണ്ടാവും. നാളെ തേന് ആവശ്യത്തിനുള്ള തേൻ എടുത്തിട്ടുണ്ട്. കുറച്ച് പൂമ്പൊടി എടുക്കുന്നുണ്ട്. എനിക്ക് തേനേക്കാട്ട് ഇഷ്ടം ഈ പൂമ്പൊടി എന്ന സാധനമാണിത്. ഈ പൂമ്പൊടി എന്ന വളരെ നല്ല പ്രോട്ടീനുള്ള സാധനമാണ്. അതായത് ഈ പൂന്നൊക്കെ ശേഖരിച്ച് ഈ പൂന്ന് ഡയറക്റ്റ് ശേഖരിക്കുന്ന സാധനമാണിത്. ഈ പൂമ്പൊടിയാണ് നിങ്ങൾ കാണാം. ഈ ഈച്ചൻ്റെ മേത്തൊക്കെ ഈച്ച പാറി എന്നാണ്ട് ഈ കൂടിനുള്ളിൽ കയറുമ്പോഴൊക്കെ ഈച്ചൻ്റെ കാൽമേൽ കാണാം എന്ത്, ഒരു മഞ്ഞ, വെള്ള, ഒരു ഓറഞ്ച് കളറിലൊക്കെ ഓരോരോ പൗഡർ. ആ പൗഡറാണ് ഡയറക്റ്റ് കൊണ്ടുവന്നാണ്ട് ഇത് പൂമ്പൊടി എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അപ്പോൾ അത് കുറച്ച് എടുക്കുന്നുണ്ട്, ഫുള്ളായിട്ട് എടുക്കില്ല. കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം അതാണ്. കണ്ടോ, ആ പൗഡറായിട്ട് ഇതിനുള്ളിൽ ഓരോരോ പല കളറിലാണ് ഓരോ ഇതുണ്ടാവുക. ഇതിപ്പോൾ തെങ്ങിൻ്റെ ഉണ്ടാവും, അതേമാതിരി പുളി പൂത്തുണ്ടെങ്കിൽ പുളിൻ്റെ ഉണ്ടാവും, മാവിൻ്റെ ഉണ്ടാവും, എല്ലാ അവിടുത്തെ ഏരിയത്തെ പൂവിൻ്റെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കുറച്ച് എടുത്തേക്കുണ്ട്. ഇല്ല. അപ്പോൾ ഇതാണ് എനിക്ക് എന്നെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. എന്താണ്,
പൂമ്പൊടിയാണ്. അപ്പോൾ ഈ പൂമ്പൊടിയാണ് ഞാൻ കൂടുതൽ കഴിക്കൽ. ഇത് ഭയങ്കര പ്രോട്ടീൻ റിച്ച് സാധനമാണ്, എനിക്ക് നല്ല ഇഷ്ടം. അത് എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും. ഇത് കഴിച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, എടുത്ത സാധനമാക്കണ ഈ മാല, ഇതാണ് അവരുടെ എഗ്ഗ് എന്ത് ചെയ്യുക, എഗ്ഗിൻ്റെ ഈ ലെഗ് ആക്കണേ, ഈ ലെഗ് ഭാഗമൊക്കെ ഇവിടെ അടുപ്പിച്ചിട്ട് ഇവിടെ തന്നെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചെടുത്താൽ അവർ നിന്നോളും. മെയ്ക്കാണ് ആ സാധനം, ഒട്ടിച്ച് വെച്ചെടുത്താൽ അതിൻ്റെ ഇതാ ഈ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് മൂടുക. വളരെ സിമ്പിളായിട്ട് ഇത് വളർത്താനേ, വല്ലാതെ മെയിൻ്റെനൻസ് ഇല്ല. ഏകദേശം ഒരു 6 കൊല്ലമായിട്ടുണ്ടാവും എൻ്റെ അടുത്ത്. 6 കൊല്ലമായിട്ടുണ്ടാവും ഈ ഒരു ബോക്സിൽ ഈ ഇവർ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം. ഇവിടെ ഉള്ള ഷീറ്റിൻ്റെ എല്ലാ ഹോളിലും ഇതാക്കണം. ആ ഷീറ്റിൻ്റെ ഉള്ളിലുണ്ട്, അടിയിലുണ്ട്, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരേണ്ട, അടിയിലുണ്ട്. 6 കോർണറിൽ എന്തുണ്ട്, ഇവരെ സ്പ്രെഡായിട്ട് ഇവരെ ഇതിൽ നിന്ന് പോയിട്ട് അവർക്ക് ഓട്ടോമാറ്റിക് ഇത് സ്പ്രെഡാവും. ഇവർക്ക് ഇങ്ങനത്തെ ഈ ഗ്യാപ്പോ ഹോളോ കാര്യം ഇതിൻ്റെ അതിൽ കയറിയിട്ട് ഇവരെന്ത് ചെയ്യും, ഇവർ പുതിയ കേജും കാര്യമൊക്കെ സെറ്റാക്കി ഇവർ പുതിയൊരു ടീമായിട്ട് ഇവരെന്ത് ചെയ്യും. ഇത് പിന്നെ നമ്മളെ വേറൊരു ഹോബിയാണ് എന്ത്, മീൻ കേട്ടോ. ഇത് നമ്മളെ വേറൊരു ഹോബിയാണ്. പക്ഷേ ഇതിലൊക്കെ ഉണ്ട് കേട്ടോ, ഇതിലൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ കാണിച്ചെന്താ വെച്ചാൽ ഇതാ കണ്ടോ, അത് ഈച്ചൻ്റെ കൂടാണ്. അതിൽ കോർണറിലുണ്ടോ, അത് ഈച്ചയാണ്. അതുപോലെ ഷീറ്റിൻ്റെ ഇവിടെ നിൽക്കണ തേനൊക്കെ ഒരാൾ പീഞ്ഞിട്ട് കട്ട് പിടിച്ചിട്ടുണ്ട് കണ്ടോ. ആ ചെറിയ രീതിയിൽ നിന്ന് കിട്ടിയ തേനാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള തേനാണ്, നല്ല വിലയുള്ള തേനാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കാണാം അത് വെക്കണേ കണ്ടോ, അവനെ പീഞ്ഞ് അത് എടുക്കുകയാണ്. ഇത് ഞാൻ അടുത്ത് വെച്ച പൂമ്പൊടിയാണ്. അവരിഞ്ഞിപ്പോൾ തേൻ കുടിച്ചാലും നമുക്ക് എന്ത് ചെയ്ത് മതി, ഈ സാധനം മതി. എങ്ങനെയുണ്ട് തേന് ജുനോ, എങ്ങനെയുണ്ട് നോക്കട്ടെ, തേൻ രസമുണ്ടോ? കൈയിട്ട് കളിക്കരുതേലേ, ലിനുനെല്ലാവരും കൊടുക്കണ്ടേ? നിങ്ങൾ ഒറ്റക്ക് തിന്നാ? ഇത് അവനിതെല്ലാം തേനൊക്കെ ഒറ്റക്ക് അടിച്ച് തിന്ന് തീർക്കുന്നുണ്ട് കേട്ടോ, ആർക്കുള്ളവർക്കൊന്നും കൊടുക്കാതെ. പൂമ്പൊടി പിന്നെ വിൽക്കാൻ ആർക്കും വലിയ ഇഷ്ടമല്ല, പക്ഷേ എനിക്കതാണ് ഏറ്റവും ഇഷ്ടം. അതാണ് ഞാൻ പൂമ്പൊടി എന്ത് ചെയ്തേ, പൂമ്പൊടി ആദ്യം ഞാൻ മാറ്റിച്ച് ഇവർക്ക്. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിത് അതേമാതിരി പഴയ പോലെ എന്ത് ചെയ്യാണ് സെറ്റ് ചെയ്ത് വെക്കാൻ പോകണേ. ഇത് പഴയതുപോലെ തന്നെ അവർ കൂടുതൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഈച്ചകളും എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവർക്കേക്ക് ഇങ്ങനെ കയറി പോയിട്ടുണ്ട് കേട്ടോ. കൂടി പഴയ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും ബെറ്റർ വെയിൽ ഏത് ഭാഗത്തുനിന്നാണ് വരുന്നത് ആ ഭാഗത്തേക്ക് തിരിച്ചു വെക്കുകയാണ്. ഞാൻ പറഞ്ഞല്ല, ഇതൊക്കെ ഉണ്ടോ ഈ ഹെയർ ഓയിലിൻ്റെ ഉള്ളിലുണ്ടോ ഉണ്ടോ, അതിൻ്റെ ഉള്ളിലൊരു ടീമുണ്ട്. പിന്നെ ഈ ഷീറ്റിൻ്റെ തലക്കൽ അവിടെ ഒരു ടീമുണ്ട്. ഫുൾ ടീമാണ്, ഫുൾ ടീം തന്നെ.